കേരളം ജയിക്കും, UDF നയിക്കും എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മനസ്സും ശരീരവും കൊടുത്ത് ഇപ്പോഴും നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ മുസ്ലിം ലീഗ് പിടിച്ചെന്ന് കുടഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അതായത് UDF തന്നെ അധികാരത്തിൽ വരും, കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാവും എന്ന പ്രതീക്ഷയുടെ ഏറ്റവും മൂർധന്യത്തിലെത്തിയപ്പോൾ അത് നടന്നു എന്നൊരു തോന്നലിലേക്ക് മാറി. സംഭവിച്ചിരിക്കുന്നു. വോട്ടെണ്ണൽ കഴിഞ്ഞിരിക്കുന്നു, ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത്, കോൺഗ്രസ് നയിക്കുന്ന മുന്നണി UDF ആണ് കേരളം ഭരിക്കുന്നത്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നൊരു പ്രതീതിയിലേക്ക് കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ടുള്ള ചർച്ചകളെ കോൺഗ്രസ് കൊണ്ടുപോയി. എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതകളുടെ പിൻബലത്തിലല്ല, ഏതെങ്കിലും തരത്തിലുള്ള തെളിയിക്കാവുന്ന കണക്കുകളുടെ പിൻബലത്തിലല്ല. ഒരു പറച്ചിലാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു കൊട്ടത്താപ്പ് കണക്ക് പറഞ്ഞിട്ട് 110 വരെ പറയുന്നുണ്ട്. എന്തായാലും ഭാഗ്യം 140 മുകളിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ആകെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140 ആണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. അതായത് കെ സുധാകരൻ ഒരു കമ്പ് അങ്ങോട്ടെറിയുന്നു, അത് പിടിച്ചെടുത്ത് VD സതീശൻ ഗ്രൂപ്പ് ഇങ്ങോട്ടെറിയുന്നു. KC വേണുഗോപാല്, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവർക്ക് 3 പേർക്കും ഇടയിൽ മുഖ്യമന്ത്രി കസേര ഇങ്ങനെ ഭ്രമണം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ കോൺഗ്രസ് നേതാക്കൾ തരം പോലെ പങ്കുചേരുന്നു. ഈ കസേരകളി റിസൾട്ട് വരും മുമ്പുള്ള ഈ കസേരകളി റിസൾട്ട് അനുകൂലമാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള അന്നംപെട്ട കസേരകളിലേക്ക് ലീഗ് വന്നിരുന്നു. അതാണ് ഇപ്പോഴത്തെ സംഭവം. മുസ്ലിം ലീഗ് UDFന്റെ ഒരു വെറും ഘടകകക്ഷി മാത്രമല്ല എന്ന് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഒരു വെറും ഘടകകക്ഷിയായി, കോൺഗ്രസിന്റെ വെറും BTയുമായി കോൺഗ്രസ് പറയുന്നതെല്ലാം അതേപടി അനുസരിച്ച് പോകുന്ന ഒരു പാർട്ടി ആയിട്ടല്ല ലീഗ് UDFൽ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിനെ പോലും പലപ്പോഴും നയിക്കുകയും കോൺഗ്രസിന് പോലും പലപ്പോഴും ദിശ കാണിച്ചു കൊടുക്കുകയും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിൽ പോവുകയൊക്കെ ചെയ്യുന്ന, ഹൈക്കമാൻഡിനെ കാണുകയൊക്കെ ചെയ്യുന്ന ഒരു ലീഗുണ്ട്. ആ ലീഗ് കുറച്ചു കാലമായി അടങ്ങി നിൽക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ പ്രതാപം കേരളത്തിൽ അടങ്ങിയപ്പോൾ UDFന്റെ പ്രതാപവും അടങ്ങി, സ്വാഭാവികമായും ലീഗിനും അടങ്ങേണ്ടി വന്നു. പക്ഷേ 10 വർഷത്തിന് ശേഷം 2016 മുതൽ 2026 ഇപ്പോൾ തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ തുടർച്ചയായി UDF വന്നേക്കാം എന്ന പ്രതീതി വരുന്നപ്പോൾ കോൺഗ്രസുകാർ ഞങ്ങളിൽ ആരും മുഖ്യമന്ത്രി എന്ന അതിദയനീയവും അതേസമയം പരിഹാസ്യവുമായ അടി തുടങ്ങിയപ്പോൾ ലീഗ് ഇടപെട്ടിരിക്കുന്നു. നമ്മുടെ പോയിന്റ് അതാണ്. ലീഗ് രാഷ്ട്രീയ മര്യാദയുടെ ഏറ്റവും സംയമനത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, ഒന്നടങ്ങ്. അത് നമ്മൾ പറയുന്നത് സാധാരണ 2 വ്യക്തികൾ തമ്മിൽ സ്വകാര്യമായി പറയുന്ന രൂക്ഷ ഭാഷയിലുള്ള നിർദ്ദേശമായിരിക്കണമെന്നില്ല. ഒന്നടങ്ങ് എന്ന് ലീഗ് കോൺഗ്രസിനോട് പറയുന്നെങ്കിൽ അത് എത്ര സംയമനത്തോടെയും എത്ര രാഷ്ട്രീയമായ മര്യാദയുടെ ഭാഷയോടെയും വിവേകത്തോടെയും ആണെങ്കിലും അത് ഒരു താക്കീത് തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. കോൺഗ്രസിനെ ലീഗ് താക്കീത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ മുഖ്യമന്ത്രി ആരാകും എന്ന് റിസൾട്ട് വരും മുമ്പേയുള്ള ഈ പോരാട്ടം, ഈ ചക്കളത്തി പോരാട്ടം എന്നൊരു പ്രയോഗമുണ്ട്. എത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റാണ് സംശയമുള്ളതുകൊണ്ട് നമ്മൾ പറയാതിരുന്നത്. ഈ മോശപ്പെട്ട വാക്കുപോര് ഒന്ന് അവസാനിപ്പിക്കും. അങ്ങനെയാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒന്ന് ബ്രേക്ക് ചവിട്ടി പിടിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ഇത് പക്ഷേ ഈ ബ്രേക്കിൽ നിന്ന് സുധാകരനോ സതീശൻ പക്ഷമോ KC വേണുഗോപാൽ പക്ഷമോ ഒന്ന് കാലെടുത്താൽ വീണ്ടും ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് എന്നുള്ള ഈ തർക്കത്തിന്റെ വാഹനം കുതിച്ചുപായും. അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല പക്ഷം മാത്രമാണ് വലിയ കോലാഹലം കൂട്ടാതെ അടങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ KC വേണുഗോപാലായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തിന്റെ മുനയൊടിക്കാനുള്ള വിവരങ്ങൾ VD സതീശൻ പക്ഷത്തിന് പിന്നിൽ നിന്ന് രമേശ് പക്ഷവും ഇപ്പോൾ നൽകുന്നു എന്നാണ് പുതിയ വിവരം. അതായത് ഒരു വശത്ത് KC വേണുഗോപാൽ, മറുവശത്ത് രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടുന്ന വേറൊരു പുതിയ പക്ഷം രൂപപ്പെടുന്നു.
അതിന്റെ സൂചന എന്താണെന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF ആണ് വരുന്നതെങ്കിൽ കോൺഗ്രസ് MLA മാരുടെ ആകെ എണ്ണത്തിൽ പകുതിയിലധികം KC വേണുഗോപാലിന്റെ ആളുകളായിരിക്കും എന്ന പുതിയ പ്രചാരണമാണ്. ബാക്കി പകുതി മാത്രമേ രമേശിന്റെയും സതീശന്റെയും കൂടി ഉണ്ടാവുകയുള്ളൂ. അത്രേ. ഇതൊക്കെ അന്തരീക്ഷത്തിൽ പറക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഊഹാപോഹങ്ങളാണ്. യാഥാർത്ഥ്യം എന്താണ് എന്ന് പറയുന്നവർക്കാർക്കും വിവരമൊന്നുമില്ല, പറയിപ്പിക്കുന്നവർക്കും തെളിവുകളൊന്നുമില്ല. പക്ഷേ പറയിപ്പിക്കുന്നു, കാര്യങ്ങൾ അങ്ങനെ ഒഴുകുന്നു. അതിനിടയിലാണ് ലീഗ് കയറി പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് അടങ്ങൂ, ഒന്ന് നിർത്തൂ, റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമ്മൾക്ക് ആര് മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി വേണമെങ്കിൽ ആര് സ്പീക്കർ, ആര് ധനമന്ത്രി, ആര് ആഭ്യന്തരമന്ത്രി, പ്രത്യേകമായ ആഭ്യന്തരമന്ത്രി ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നും അപ്പോൾ തീരുമാനിക്കാം എന്ന കൃത്യമായ സന്ദേശം കൊടുത്തു എന്നാണ് മനസ്സിലാവുന്നത്. ആ സന്ദേശത്തിന് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെയും കേരളത്തിലെ നിലനിൽപ്പിനോളം ബലവും വിലയുമുണ്ട്. UDFന്റെ രണ്ടാം കക്ഷി എന്നതിനപ്പുറം ലീഗ് വല്ലാതെ മുഖം കറുപ്പിക്കുകയും വല്ലാതെ മുഖം മുഷിയുകയും ചെയ്താൽ തൽക്കാലത്തേക്ക് ഒന്ന് പേടിക്കാനും അടങ്ങി നിൽക്കാനുമുള്ള വലിപ്പമേ കേരളത്തിലെ കോൺഗ്രസിനുള്ളൂ. ദേശീയ തലത്തിൽ തന്നെ മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഐക്യം വനിതാ സംവരണ ബില്ലിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ തകിടം മറിച്ച കാലമാണെങ്കിലും കോൺഗ്രസിന് 2019 50 സീറ്റ്, 2024 ലോക്സഭാ സീറ്റിൽ 50ന്റെ സ്ഥാനത്ത് 100 സീറ്റ്, അതായത് 50ന് പകരം ഇരട്ടി ഉള്ള കാലമാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് ലീഗ് ഒന്ന് കാര്യമായി മുഖം പൊഷിഞ്ഞാൽ ഭയക്കുന്ന പാർട്ടി തന്നെയാണ്. കാരണം ലീഗ് ഇല്ലാതെ കേരളത്തിലെ UDF നിലനിൽക്കില്ല എന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ ആക്സിലറേറ്ററിലാണ് ഇപ്പോൾ ലീഗ് കാര്യവച്ചിരിക്കുന്നത്. ആ ബോധത്തിനെതിരായ ബ്രേക്കാണ് ചവിട്ടിപ്പിടിച്ചിരിക്കുന്നത്. രണ്ടും ചേരുമ്പോഴുണ്ടാകുന്ന കൗതുകകരമായ രാഷ്ട്രീയമാണ് കേരളത്തിലെ UDFൽ പുകയുന്നത്. ആര് ആക്സിലറേറ്ററിന് കാലെടുക്കും, ആര് ബ്രേക്കിൽ നിന്ന് കാലെടുക്കും, UDF ഏത് രീതിയിൽ കുതിച്ചു പായും, ആരാകും മുഖ്യമന്ത്രി, UDF ആണ് വരുന്നതെങ്കിൽ അത് ആര് നിശ്ചയിക്കും എന്നൊക്കെയുള്ള അതീവ രസകരമായ കൗതുകകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും നമുക്ക് കാത്തിരിക്കാൻ തന്നെ വേണ്ടി വരും. 2 ആഴ്ച കൂടിയുണ്ട്. നന്ദി, നമസ്കാരം.